ഹായ് ഫ്രണ്ട്സ്, അചിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ധനുമാസത്തിലെ തണുത്ത പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ വെറുതെ മുറ്റത്തിങ്ങനെ ഉല്ലാത്തണേൻ്റെ ഇടയിൽ നമ്മുടെ ഡുണ്ടുമോനെ വന്നിരിക്കണം കേട്ടോ. ആദ്യം ഒന്ന് കരയൊക്കെ ചെയ്തു. അവനൊരു പ്രത്യേക കരച്ചിലാണ്. മ്യാവ് മ്യാവ് എന്നൊന്നുമല്ല, ഒരു എന്നൊക്കെ പറയും, മാവ് എന്നൊക്കെ പറയും. എന്തോ ഒരു സ്പെഷ്യൽ കരച്ചിലാണ്, ബൗബോ അല്ല കേട്ടോ. അപ്പോൾ എനിക്കത് ഞാനപ്പോൾ വന്ന് നോക്കിയത് എന്താ ഡുണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനത് ഒരു മൈൻഡും ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ എവിടേക്കോ പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെറുതെ ഞങ്ങൾ രാവിലെ ഒരു 7:30 വരെ ഇങ്ങനെ ഉല്ലാത്തിക്കൊണ്ട് നടക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടിന് ചുറ്റും. അപ്പോൾ ഞാൻ ചേട്ടൻ എന്താ ഗേറ്റ് തുറക്കണേന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഏട്ടൻ്റെ പിന്നാലെ അങ്ങ് വെച്ചടിച്ചു. ഏട്ടൻ എങ്ങോട്ടോ പോകണേന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഏട്ടൻ പടിക്ക് പുറത്തേക്ക് ഒന്ന് പോവാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ അങ്ങ് വെച്ചങ്ങ് പിടിച്ചു. എങ്ങോട്ടാ, എന്താ ചേട്ടാ ചെയ്യണേന്നൊക്കെ ചോദിച്ചു. ഈ സമയത്താണല്ലോ ഒന്ന് പതുക്കെ ഒന്ന് നമുക്ക് നടക്കാനൊക്കെ പറ്റുള്ളൂ. ആൾക്കാരെയൊക്കെ ഒന്ന് കാണാം, നടക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കാണാം, അതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ചേട്ടൻ വെറുതെ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയതായിരുന്നു. ചെറിയ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് തട്ടിമുട്ടിയൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ കാണാം, സംസാരിക്കാം, അതൊക്കെ വിചാരിച്ചിട്ട്. ചുണ്ടങ്ങിയിട്ടുണ്ടായിട്ടുണ്ട് ഈ പറമ്പിൽ. ഇവിടെ അല്ലെങ്കിലും ക്ലീൻ തന്നെയാണ്. ഇവിടെ അടിച്ചു വാരണം. ഇവിടെ മാത്രം അടിച്ചു വരാം, എപ്പോഴും മറക്കും. അതിനാദ്യം ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്. അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. മഴ പെയ്ത വെള്ളമല്ലേ ഇത്. മഴ പെയ്ത് കഴിഞ്ഞ വെള്ളം കുത്തി വീഴാതിരിക്കാൻ ഇവർ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ചില ചിട്ടകളാണ്. ഓരോ ബക്കറ്റും ഓരോ വെള്ളം പോകുന്ന ഓവിൻ്റെ അവിടെ ഇടും, വെള്ളം ഇങ്ങനെ വീഴുന്നത് ഇവർ കാലാകാലങ്ങളായിട്ട്. അപ്പോൾ ഈ ടെറസിൽ കുത്തി വീഴില്ല എന്നാണ് ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവർ കാലാകാലങ്ങളായിട്ട് ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളേരം എടുക്കണമെങ്കിൽ അടിച്ചു വരണേട്ടാ. മറ്റേ ചൂലെടുത്തുകൊണ്ട് പോയോ മിറ്റടിക്കണത്. തൽക്കാലം ഈ ബാൽക്കണിയിലിട്ടോ, അതാണ് അവിടെ ഇട്ടോ. മറ്റേത് ഇവിടെ മിറ്റടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ മിറ്റടിച്ച് കഴിഞ്ഞിട്ട് വേണം അത് ഇടാനായിട്ട്. അതല്ലാന്ന് വെച്ചാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊടികളൊക്കെ തെറിക്കില്ലേ. എന്ത്? ഞാൻ ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. മുകളിൽ കയറ്റിച്ചിട്ടുണ്ടാവും. അത് വന്ന് നോക്കി. അങ്ങനെയാണോ? ആണോ? അതോ ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല. കേടായി ഉണ്ടാവും. മഴക്കാലം കഴിഞ്ഞ മഴയ്ക്ക് മുൻപ് ചെയ്തതല്ലേ. അയ്യേ, അതിൻ്റെ ഒപ്പടല്ലേ. ഇതിൻ്റെ ഇത് നിലത്തേക്കിട് കേട്ടാ. ഇത് നിലത്തേക്കിട്. ഏതല്ല. അയ്യോ, എന്താ കേടാവില്ല, എന്നാലും നന്നായി തുടച്ച് കുറച്ച്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പൊടി എവിടെ ഉണ്ടായിരുന്നില്ല. നാളികേരം നമുക്കിനി ഇതെല്ലാം ഉണക്കിയിട്ട് കൊടുക്കാം അല്ലേ ഏട്ടാ. വെളിച്ചെണ്ണ മേടിക്കാം ഈ മാസം.
അപ്പുറത്ത് ഇനി കുറച്ച് പൊട്ടിക്കാണ്ട്. അല്ല അത് ആദ്യം അത് നല്ലപോലെ ഇതാക്കി എടുക്കണം. അവത് 100 ഉണ്ടായിട്ട് കാര്യമില്ല. നല്ലത് നോക്കണം. പൂപ്പലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റേണ്ടി വരും. ആദ്യം ഇവിടെ അടിച്ചു പറഞ്ഞേട്ടാ. അങ്ങനെയാണ് വെക്കേണ്ടത്. നാളികേരം അങ്ങനെ വെറുതെ വെക്കാൻ പാടില്ല. സൂര്യൻ, ഉദിച്ചുയരുന്ന സൂര്യൻ. ഉദയ സൂര്യകിരണങ്ങൾ ഏറ്റ് നിൽക്കുന്ന ചേട്ടനും ഞാനും ഉദയകിരണങ്ങൾ. അല്ല ഏട്ടാ, ഞാൻ പറയട്ടെ, കേടായ ഒരെണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അത് പിന്നെ മറ്റേൻ്റെ കൂടെ കിടന്നാൽ അതും കേടായി പോവും. അത് അവിടെ അതിൻ്റെ കൂട്ടത്തിലുള്ളതൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ. പറഞ്ഞ കേട്ടോ, ആ വീണ ശബ്ദം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, എല്ലാം പോയി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റേലൊന്നുമില്ല. വെറുതെ തന്നെ കേടായതൊക്കെ ഒരുമിച്ച് വയ്ക്കുന്നേ. വ്യാഴാഴ്ച അവിടെ ഒഴിവാണല്ലോ. ക്രിസ്തുമസാണ്. ക്രിസ്തുമസ് അങ്ങനെ എറിയല്ലേ? എന്തിനാ എറിയണ്? അത് പൊതിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. 2-3 ദിവസം കൊണ്ട് അത് ഉണങ്ങില്ല. വേറെ വേറെ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പച്ച വേറെ അല്ല, കൊണ്ടുപോകുമ്പോൾ പച്ചയ്ക്ക് വേറെ കാശ്, ഉണങ്ങിയതിന് വേറെ കാശ്, അങ്ങനെയാണ്. നോക്കൂ, നമുക്ക് ഇവിടെ ചേന ഇതായിട്ട് ഇങ്ങനെ നന്നായിട്ട് വേറെ മുളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം ഇത് ചേന കൊണ്ട് തോരൻ വെക്കാം കേട്ടോ. രണ്ടാമത് മുളച്ച ചേന എടുത്തിട്ട് തോരൻ വെക്കാൻ പറ്റും. ഇവിടെ ചേന ഇതൊക്കെ നമ്മൾ കറിക്ക് മേടിച്ച ചേന കുഴിച്ചിട്ടതാ. നമ്മൾ അന്ന് വെച്ച മുളകൊന്നും പിടിച്ചില്ല കേട്ടോ. അങ്ങനെ നിർത്തി മാത്രം. നമ്മുടെ ഈ കുഞ്ഞ് ഈ തെങ്ങുമെന്നാണ് ഈ കുട്ടി കുട്ടി നാളികേരങ്ങൾ ഉണ്ടാവുന്നത്. ഈ കുട്ടി കുട്ടി നാളികേരങ്ങൾ കണ്ട കുഞ്ഞ് ഇതെപ്പോഴും നമ്മൾ അടിക്കുമ്പോൾ അങ്ങോട്ട് നീക്കി വയ്ക്കുന്നത്. അതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞ നാളികേരങ്ങൾ. അത് ചെരുകാനൊന്നും പറ്റില്ല. ഉണ്ടായിരിക്കണത് അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ട, ഉണ്ടായിരിക്കണത് അങ്ങനെ തന്നെയാണ്. കുഞ്ഞീ നാളികേരങ്ങൾ. മാവ് പൂത്തുണ്ട് ചില സ്ഥലത്ത്. നമ്മുടെ വീട്ടിൽ മാത്രമേ പൂക്കത്തുള്ളൂ. മുരിങ്ങേമ്മ പൂവുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുരിങ്ങപ്പൂവ്. പക്ഷെ ഇപ്പം കാണാനില്ല കേട്ടോ. മൂവാണ്ടൻ അതന്നെ മാവ് മൂവാണ്ടൻ പൂത്തിട്ടുണ്ട്. അതുമ്പോൾ നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചില്ലേ, ഒരു മാങ്ങ വലുത്. അപ്പോഴേ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. അതാ ഇപ്പം ഞങ്ങൾ തുണികളൊക്കെ ഒതുക്കി വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അജിന്തി പ്രിസ ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.